അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഡോക്ടർ, ഞാൻ നിധി, നിർമ്മല എന്ന പേഷ്യന്റിന്റെ. അറിയാം, ഇരിക്കൂ. ഡോക്ടർ, ഞാൻ അറിഞ്ഞത് സത്യമാണോ? അന്നെടുത്ത ബ്ലഡ് സാമ്പിളിന്റെ ലാബ് റിപ്പോർട്ട് ഇന്നാണ് വന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൽ ബ്ലഡ് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കത് ചികിത്സിക്കാൻ പറ്റില്ല ഡോക്ടർ. പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം. ഇവിടെയുള്ള ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോവാം. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. സോറി നിധി, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞുപോയി. ഇനി ഒരു ചികിത്സയ്ക്കും നിർമ്മലയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ബ്ലഡ് ക്യാൻസറിന്റെ സിംറ്റംസ് നിർമ്മലയിൽ നേരത്തെ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെ വേണ്ട രീതിയിൽ ഗൗനിച്ചിട്ടുണ്ടാവില്ല. ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്താൻ കാരണവും അതായിരിക്കാം. ഈ നിർമ്മലയ്ക്ക് ഭർത്താവും കുട്ടികളും ഒന്നുമില്ലേ? നേരത്തെ തന്നെ സിംറ്റംസ് ഒക്കെ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നല്ലോ. എന്താ നിധി, ഉത്തരവാദിത്തപ്പെട്ട ആരും അവർക്കില്ലേ? നിർമ്മലന്റെ ഒരു മകനുണ്ട്, മരുമകളുണ്ട്. പക്ഷെ എന്റെ കൂടെ നിർത്താൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയായി പോയി ഡോക്ടർ. അതിപ്പോ എങ്ങനെ ഡോക്ടറോട് പറയുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല നിധി. ഇപ്പോഴത്തെ ഈ സ്റ്റേജിനെ കൗണ്ട് ഡൗൺ എന്നേ പറയാൻ പറ്റൂ. നിർമ്മലയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇനി നിർമ്മലയ്ക്ക് കിട്ടുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം കൊടുക്കുന്ന ബോണസ് ആണെന്ന് കരുതിയാൽ മതി. നിർമ്മലന്റെ ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിർമ്മല കോൺഷ്യസ് ആണ്. പുറത്തിറങ്ങി സിസ്റ്ററിനോട് പറഞ്ഞോളൂ. റൂം കാണിച്ചു തരും. പോയി കാണൂ. ഡോക്ടറെല്ലാം പറഞ്ഞു അല്ലേ? മോൾക്കിതൊരു പുതിയ അറിവായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്തൊരു വിധിയാണ് ആന്റിക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നു? എനിക്ക് ആന്റിയുടെ കാര്യത്തിലൊരു ആശ്വാസം ഉണ്ടായിരുന്നത് അരികിലില്ലെങ്കിലും കണ്ണെത്തും ദൂരത്ത് ആരോഗ്യത്തോടെ ഉണ്ടല്ലോ എന്നതായിരുന്നു. ഇപ്പൊ അതും ഈ ഭൂമിയിലെ എന്റെ ജീവിതം ഇത്രയൊക്കെ മതിയെന്ന് ദൈവത്തിന് തോന്നിക്കാണും മോളെ. അതുകൊണ്ടായിരിക്കും അങ്ങ് തിരിച്ചു വിളിച്ചേക്കാന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചത്. ദൈവം ഒരു ദിവസവും ഒരു സമയവും കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് തിരുത്താൻ നമുക്കെങ്ങനെയാ കഴിയുക? വിളിക്കും. ഒരെതിരും പറയാതെ കൂടെ അങ്ങ് ചെന്നാ മതി നമ്മള്. അങ്ങനെയൊന്നും പറയില്ല ആന്റി. എന്റെ ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. കൂടെ വേണം എനിക്കെന്നും. ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചവളായിരുന്നു ഞാൻ. പക്ഷെ ഒന്നും ആഗ്രഹിച്ചതിനൊത്തു നടന്നില്ല. ഒന്നും മോഹിച്ചു പോകരുതെന്ന് പിന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. മനസ്സല്ലേ, പറഞ്ഞത് കേട്ടതുമില്ല. എന്നിട്ടും ഒരു മോഹം ഉള്ളിൽ വളർന്നു. അവസാനം ഇപ്പോ അതും സാധിക്കാതെ ഞാൻ തിരികെ പോവുക.
എന്റെ മോനൊപ്പം എനിക്ക് ജീവിക്കാനോ, അമ്മയെന്നുള്ള അവന്റെ വിളി കേൾക്കാനോ, അവന്റെ കുഞ്ഞുങ്ങളെ വളർത്താനോ എനിക്ക് സാധിച്ചില്ല മോളെ. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ നെഞ്ചിലൂറിയ പാലൂട്ടാൻ പോലും നിൽക്കാതെ എങ്ങോട്ടെന്നില്ലാതെ ഓടി രക്ഷപ്പെട്ട സ്വാർത്ഥയായ ഒരു അമ്മയില്ലേ ഞാൻ. അതിനുള്ള ശിക്ഷ, ആ പാപത്തിനുള്ള ഫലം കിട്ടാതെ എവിടെ പോവാനാ? അതുകൊണ്ടായിരിക്കും മോളെ ഭഗവാൻ ഇങ്ങനൊരു ശിക്ഷ എനിക്ക് വിധിച്ചത്. അവസാന ശ്വാസം ഉള്ളിലെടുക്കുമ്പോഴും എനിക്കൊരൊറ്റ വിഷമമേ ബാക്കി കാണൂ. ഞാനാണ് അമ്മയെന്നറിഞ്ഞുകൊണ്ട് എന്റെ ഗൗതം എന്നെ ഒരു പെറ്റമ്മ എന്ന നിലയിലുള്ള എല്ലാ സ്നേഹത്തോടും അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാനായില്ലല്ലോ എന്നുള്ള ദുഃഖം. ഞാൻ പോകുമ്പോ ആ ആഗ്രഹം മാത്രം ഈ ഭൂമിയിൽ ബാക്കിയാവും. അങ്ങനൊന്നും പറയല്ലേ ആന്റി. ഇത് ആന്റിയുടെ ആഗ്രഹമല്ല, ഒരു പെറ്റമ്മയുടെ അവകാശമാണ്. ഇതൊക്കെ പറയാനല്ലേ പറ്റൂ? നടക്കും, ആന്റിയുടെ എല്ലാ ആഗ്രഹവും നടക്കും. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ ആ മരണത്തിന് ഞാൻ കീഴടങ്ങുന്നതിന് മുമ്പേ ഞാനാണ് അവന്റെ അമ്മയെന്ന് എന്റെ ഗൗതമനോട് മോളൊന്ന് തുറന്നു പറയോ? അമ്മ അന്ന് എന്റെ മോൻ എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നത് കേട്ട് സമാധാനത്തോടെ എനിക്ക് കണ്ണടയ്ക്കാനാ. അത് മാത്രം മതി മോളെ. പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഈ ശരീരം വിട്ട് എന്റെ ജീവന് യാത്രയാകാൻ പറ്റും. മോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച എന്റെ ആഗ്രഹം അതിര് കടന്നതാണെന്ന് എനിക്കറിയാം. ഞാൻ ആരാണെന്ന് ഒരിക്കലും അവൻ അറിയരുതെന്ന് പാർവതിക്ക് സത്യം ചെയ്ത് കൊടുത്തതല്ലേ നീ? അത് നിനക്ക് തെറ്റിക്കാനാവില്ലല്ലോ. മോളെന്ന സത്യം ചെയ്യുമ്പോ ഞാൻ ഏറെ കാലം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമെന്നല്ലേ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോ അതങ്ങനെയല്ലല്ലോ. എന്റെ ആയുസ് അറ്റുപോകാറാവുന്നു. ജീവിച്ചത് മുഴുവൻ അനാഥയായിട്ട്, മരിക്കുമ്പോഴെങ്കിലും സനാഥയായിട്ട് മരിക്കണമെന്ന് ഒരതിമോഹം. അതിമോഹമല്ല, ഒരു പെറ്റമ്മയുടെ മനസ്സാണത്. എനിക്കതറിയാം. പക്ഷെ ഇത് ഞാൻ എങ്ങനെ ഗൗതമനോട് പറയും? എങ്ങനെ പാർവതി അമ്മയോട് പറയും? എനിക്കറിയില്ല. അപ്പോ മോക്കെന്റെ ആഗ്രഹം സാധിച്ചു തരാനാവില്ലല്ലേ? ഇതൊരു ധർമ്മസങ്കടമാണ്. ഒരു ഭാഗത്ത് ഗൗതമിന്റെ പോറ്റമ്മയ്ക്ക് കൊടുത്ത വാക്ക്, മറുഭാഗത്ത് പെറ്റമ്മയുടെ ആഗ്രഹം. ഇതിലേതാണ് ശരിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ശരിയായാലും തെറ്റായാലും ഒരു വാക്ക് ഞാൻ തരാം. എന്ത് ത്യാഗം വേണമെങ്കിലും ഞാൻ സഹിച്ചോളാം. പഴി ഞാൻ കേട്ടോളാം. എന്നാലും ഈ പെറ്റമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും.